ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എക്സ്ട്രീം പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ XP ആയിരുന്നു. അപ്പം അതിനകത്ത് ഒന്നാമത്തെ സബ് ടോപ്പിക് ആയിട്ടുള്ള XP വാല്യൂസ് ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് സബ് ടോപ്പിക് ആണ് XP പ്രോസസ് എന്ന് പറയുന്നത്. പേജ് നമ്പർ 72. എക്സ്ട്രീം പ്രോഗ്രാമിങ്ങിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ XP പ്രോസസ് എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ പ്രോസസ് മോഡലിനകത്തും ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസുകളുടെ ബേസിലാണ് നമ്മൾ ഓരോ പ്രോസസ് മോഡലുകളും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ എക്സ്ട്രീം പ്രോഗ്രാമിനകത്ത് വരുമ്പോഴും ഇവിടെയും 4 ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസുകളുടെ ബേസിലാണ് ഈ XP പ്രോസസ് മോഡൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കമ്മ്യൂണിക്കേഷൻ തൊട്ട് ഡിപ്ലോയ്മെന്റ് വരെയുള്ള ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസുകളല്ല, വേറെ പുതിയ 4 ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസുകളാണ് XP പ്രോസസ്സിനകത്ത് വരുന്നത്. അപ്പം അതിനകത്ത് വരുന്ന മെയിൻ ആയിട്ട് വരുന്ന 4 ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസുകളാണ് പ്ലാനിങ്, ഡിസൈൻ, കോഡിംഗ് ആൻഡ് ടെസ്റ്റിംഗ്. നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസിനകത്തെ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ടാസ്കുകളും ഒക്കെ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. പേരിൽ മാത്രം കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ടെന്ന് മാത്രം. അപ്പൊ അത് ഓരോന്നുമാണെങ്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലാനിങ്. XP പ്രോസസ്സിനകത്തെ ഫസ്റ്റ് പ്രോസസ്സാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. The planning activity, also called the planning game, begins with listening, a requirements gathering activity that enables the technical members of the XP team to understand the business context for the software and to get a broad feel for required output and major features and functionality. Listening leads to the creation of a set of stories, also called user stories, that describe required output features and functionality for a software to be built. Each story is written by the customer and is placed on an index card. The customer assigns a value or priority to the story based on the overall business value of the feature or function. Members of the XP team then assesses each story and assign a cost, measured in development weeks, to it. If the story is estimated to require more than 3 development weeks, the customer is asked to split the story into smaller stories and the assignment of value and cost occurs again. It is important to note that new stories can be written at any time. അപ്പം നമ്മുടെ ഒന്നാമത്തെ ഫേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രോസസ് ആയിട്ടുള്ള പ്ലാനിങ്ങിനകത്ത് വരുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ലിസണിംഗ് എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ പ്രോസസ് എന്ന് പറഞ്ഞത്. അതായത് കസ്റ്റമറിൽ നിന്നും ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്സ് കളക്ട് ചെയ്യുക. അതാണ് ഈ പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷനകത്ത് വരുന്നത്. ഇപ്പൊ കസ്റ്റമറിൽ നിന്നും വേണ്ട റിക്വയർമെന്റ്സ് കളക്ട് ചെയ്യുമ്പോൾ ആ കസ്റ്റമറിൽ നിന്നും നമ്മൾ സ്റ്റോറീസ് ആയിട്ടാണ് അവയെ നമ്മൾ മേടിക്കുന്നത്. അതായത് അവരിൽ നിന്ന് നമ്മൾ ഗ്യാദർ ചെയ്യുന്നത്. അതായത് അതിനെ യൂസർ സ്റ്റോറീസ് എന്നാണ് പറയുന്നത്. അപ്പൊ കസ്റ്റമർ അവർക്ക് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറിന്റെ റിക്വയർമെന്റ്സ്, അതായത് ഫീച്ചേഴ്സും ഫംഗ്ഷനാലിറ്റീസും എല്ലാം കൂടെ ഉൾക്കൊണ്ട് സ്റ്റോറീസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ആ സ്റ്റോറീസിനാണ് യൂസർ സ്റ്റോറീസ് എന്ന് പറയുന്നത്. ആ യൂസർ സ്റ്റോറീസ് ആർക്ക് കൊടുക്കുന്നു? നമ്മുടെ ഡെവലപ്മെന്റ് ചെയ്യുന്ന ടീം മെമ്പേഴ്സിന് കൊടുക്കുന്നു. ആ ടീം മെമ്പേഴ്സ് ആ സ്റ്റോറിയുടെ ബേസിൽ ആ ഒരു സോഫ്റ്റ്വെയറിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, എന്തൊക്കെ ഫീച്ചർ ആണുള്ളത്, എന്തൊക്കെ ഫംഗ്ഷനാലിറ്റീസ് ആണ് ഉള്ളത്, അത് എത്ര ദിവസം എടുക്കും ഡെവലപ്പ് ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെഷർ ചെയ്യുന്നു. ഇനി അങ്ങനെ മെഷർ ചെയ്യുമ്പോൾ ആ യൂസർ സ്റ്റോറി വെച്ച് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ 3 ആഴ്ചയിൽ കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ആ സ്റ്റോറി വീണ്ടും ചെറുതാക്കി സബ് സ്റ്റോറീസ് ആക്കുന്നു. വീണ്ടും കസ്റ്റമർ അതിനകത്തെ ഫീച്ചേഴ്സിനെല്ലാം പ്രയോറിറ്റി കൊടുക്കുന്നു. അതിന്റെ ബേസിൽ ഡെവലപ്മെന്റിനകത്തെ ടീമുകൾ മെഷർ ചെയ്യുന്നു. എത്ര നാൾ വേണം, എത്ര കോസ്റ്റ് ആകും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെഷർ ചെയ്യുന്നു. ഇനി ആ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? ആദ്യമേ ഈ കസ്റ്റമർ കൊടുക്കുന്ന യൂസർ സ്റ്റോറി കൂടാതെ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ഏത് ഫേസിൽ വേണമെങ്കിലും പുതിയ സ്റ്റോറികൾ ഉണ്ടാകാം. അതായത് പുതിയ റിക്വയർമെന്റ്സ് ഉണ്ടാകാം. അതിനനുസരിച്ച് കസ്റ്റമർ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം നമ്മുടെ പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷനകത്ത് വരുന്ന മെയിൻ കാര്യമാണ് ഫസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ലിസണിംഗ് എന്ന് പറയുന്നത്. കസ്റ്റമറിൽ നിന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് റിക്വയർമെന്റ്സിനെ കളക്ട് ചെയ്യുക. അപ്പൊ കസ്റ്റമർ തന്നെ സ്റ്റോറീസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ആ സ്റ്റോറീസ് ആണ് നമ്മുടെ ഡെവലപ്മെന്റ് ടീമിന് കൈമാറുന്നത്. അപ്പൊ ആ സ്റ്റോറീസിനകത്ത് എന്തൊക്കെയുണ്ട്? ആ ഒരു കസ്റ്റമറിന് വേണ്ട റിക്വയർമെന്റ്സിന്റെ അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയറിന്റെ ഫീച്ചേഴ്സും ഫംഗ്ഷനാലിറ്റീസും ആണ് ആ യൂസർ സ്റ്റോറീസിനകത്ത് വരുന്നത്. അപ്പോൾ ആ സ്റ്റോറിക്കകത്തെ ഓരോ ഫീച്ചറിനും ഈ കസ്റ്റമർ തന്നെ ഒരു വാല്യൂ കൊടുക്കുന്നു, അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കുന്നു. ഏത് ഫീച്ചറാണ് ആദ്യം വരുന്നത്, ഏത് ഫീച്ചറിനാണ് മുൻഗണന വേണ്ടതെന്നൊക്കെയുള്ള രീതിയിൽ ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നു. അപ്പൊ അതിനനുസരിച്ച് ഇവാലുവേറ്റ് ചെയ്താണ് നമ്മുടെ ഡെവലപ്മെന്റ് ടീമിനകത്തെ ആൾക്കാർ അത് ക്രിയേറ്റ് ചെയ്യുന്നത്.
ഇത്രയാണ് പ്ലാനിങ്ങിനകത്ത് വരുന്നത്. After the first project release is also called software increment has been delivered, the XP team computes project velocity. Stated simply, project velocity is the number of customers stories implemented during the first release. Project velocity can be used to help estimate delivery dates and schedule for subsequent releases and determine whether an overcommitment has been made for all stories across the entire development project. If an overcommitment occurs, the content of releases is modified or end delivery dates are changed. As development work proceeds, the customer can add stories, change the value of an existing story, split stories or eliminate them. The XP team then reconsiders all remaining releases and modifies its plans accordingly. അപ്പോൾ ഈ പ്ലാനിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനകത്ത് തന്നെ വരുന്നൊരു കാര്യമാണ് പ്രൊജക്ട് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ആദ്യത്തെ റിലീസിന് പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ ഇൻക്രിമെന്റ് എന്ന്. ആദ്യത്തെ റിലീസ് എന്നല്ല, ഓരോ റിലീസിനും പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ ഇൻക്രിമെന്റ് എന്ന്. പ്രൊജക്ട് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഫസ്റ്റ് റിലീസ് ചെയ്യുന്ന ആ ഒരു ഇൻക്രിമെന്റിനകത്ത് എത്ര കസ്റ്റമർ സ്റ്റോറീസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു എണ്ണത്തിനെയാണ് പ്രൊജക്ട് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി ആ പ്രൊജക്ട് വെലോസിറ്റി എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഹെൽപ്പ് എസ്റ്റിമേറ്റ് ഡെലിവറി ഡേറ്റ്സ് ആൻഡ് ഷെഡ്യൂൾ ഫോർ സബ്സീക്വന്റ് റിലീസസ്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ്? അടുത്ത ഇൻക്രിമെന്റിന്റെ റിലീസ് ചെയ്യാൻ വേണ്ടിയുള്ള ഡെലിവറി ഡേറ്റുകളും അതുപോലെ തന്നെ അതിനെ ഷെഡ്യൂൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ കസ്റ്റമർ സ്റ്റോറീസ് ഓവർ കമ്മിറ്റ്മെന്റ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടെ ചെക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് പ്രൊജക്ട് വെലോസിറ്റി യൂസ് ചെയ്തുകൊണ്ടുള്ള ഗുണങ്ങൾ. പിന്നെ ഈ പ്ലാനിംഗ് എന്ന് പറയുന്ന ഫേസിനകത്ത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഏത് സമയത്ത് വേണമെങ്കിലും കസ്റ്റമറിന് പുതിയ സ്റ്റോറീസ് ആഡ് ചെയ്യാം, ഉള്ള സ്റ്റോറീസ് എന്തെങ്കിലും മോഡിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഉള്ള സ്റ്റോറീസിനെ സബ് സ്റ്റോറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ഉള്ളതിനെ എലിമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനകത്ത് പ്രയോറിറ്റി സെറ്റ് ചെയ്തിരിക്കുന്നതിന് ചേഞ്ച് വരുത്താം. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പൊ അതനുസരിച്ച് തന്നെ നമ്മുടെ ഡെവലപ്മെന്റ് ടീമും ആ സ്റ്റോറീസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ആ ഓരോ സ്റ്റോറിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ പ്രോസസ്സാണ് XP പ്രോസസ്സാണ് ഡിസൈൻ എന്ന് പറയുന്നത്. XP ഡിസൈൻ റിഗറസ്ലി ഫോളോസ് ദ keep it simple principle. A simple design is always preferred over a more complex representation. ഇപ്പൊ ഡിസൈൻ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കണം? കീപ് ഇറ്റ് സിമ്പിൾ ആയിരിക്കണം, കോംപ്ലക്സ് ആകാതെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കണം എപ്പോഴും എക്സ്ട്രീം പ്രോഗ്രാമിങ്ങിനകത്ത് ഫോളോ ചെയ്യേണ്ടത്. XP encourages the use of CRC cards as an effective mechanism for thinking about the software in an object-oriented context. CRC cards identify and organize the object-oriented classes that are relevant to the current software increment. നമ്മൾ പറഞ്ഞു സിമ്പിൾ ഡിസൈൻ വേണമെന്ന്. അപ്പൊ ആ സിമ്പിൾ ഡിസൈൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് CRC cards എന്ന് പറയുന്നത്. ക്ലാസ് റെസ്പോൺസിബിലിറ്റി കൊളാബറേറ്റർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പൊ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. If a difficult design problem is encountered as a part of the design of a story, XP recommends the immediate creation of an operational prototype of that portion of the design called a spike solution. The design prototype is implemented and evaluated. The intent is to lower risk when true implementation starts and to validate the original estimates for the story containing the design problem. അപ്പം നമ്മൾ പറഞ്ഞ സിമ്പിൾ ഡിസൈൻസ് ആണ് നമ്മൾ CRC കാർഡ്സ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം അതിന് വേണ്ടി ഒരു സ്പൈക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. അതായത് അതിനുവേണ്ടി ഒരു പ്രോട്ടോടൈപ്പ് നമ്മൾ കണ്ടുപിടിക്കുന്നു. നമ്മൾ ഈ ഒരു മോഡൽ വെച്ച് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ഈ ഒരു വേറൊരു മോഡലാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാകും, അങ്ങനെയുള്ള കാര്യം നമ്മളൊന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുന്നു. എന്നിട്ട് അതിനകത്ത് വരുന്ന റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിനുശേഷമായിരിക്കും നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സ്പൈക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ഡിസൈൻ പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ പല മോഡൽസ് വെച്ച് കമ്പയർ ചെയ്ത് ഏതാണ് വേണ്ടെന്നുള്ള കാര്യം ഒരു പ്രോട്ടോടൈപ്പ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പൊ ഇത് ഇംപ്ലിമെന്റ് ചെയ്താൽ അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാവുന്നുള്ള കാര്യം നമ്മൾ അഡ്വാൻസ് ആയിട്ട് തന്നെ ചിന്തിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് സ്പൈക്ക് സൊല്യൂഷൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ വരുന്നൊരു കാര്യമാണ് റീഫാക്ടറിംഗ് എന്ന് പറയുന്നത്. അത് കൺസ്ട്രക്ഷനകത്ത് വരുന്നൊരു കാര്യമാണ്, അത് ഡിസൈനിങ്ങിന്റെ കൂടെ പറയുന്നെന്ന് മാത്രം. Refactoring is the process of changing a software system in such a way that it does not alter the external behavior of the code. It improves the internal structure. It is a disciplined way to clean up code that minimizes the chance of introducing bugs.
In essence, when you refactor, you are improving the design of the code after it has been written. റീഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മളൊരു സോഫ്റ്റ്വെയറിന്റെ കോഡിന് മോഡിഫിക്കേഷൻ ചെയ്യുന്നതിനെയാണ് റീഫാക്ടറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല, കോഡിനകത്ത് മാത്രം നമ്മൾ ചേഞ്ച് വരുന്നു. അതിന്റെ ഇന്റേണൽ സ്ട്രക്ചർ നമ്മൾ ചേഞ്ച് വരുത്തുന്നു, അതിന്റെ എക്സ്റ്റേണൽ ബിഹേവിയർ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. എന്തിനു വേണ്ടിയാണോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കോഡ് അത് അതിനുവേണ്ടി തന്നെ യൂസ് ചെയ്യുന്നു. അത് കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോഡിനകത്ത് വേണ്ടുന്ന മാറ്റങ്ങൾ വരുന്നു, മോഡിഫൈ ചെയ്യുന്നു. അതിനാണ് റീഫാക്ടറിംഗ് എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷനകത്തെ ഒരു മെയിൻ കൺസെപ്റ്റ് ആണ് റീഫാക്ടറിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഡിസൈൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനകത്ത് വരുന്നത്. ഇനി അടുത്താണ് കോഡിംഗ് എന്ന് പറയുന്നത്. After stories are developed and preliminary design work is done, the team does not move to code but rather develops a series of unit tests that will exercise each of the stories that is to be included in the current release. Once the unit test has been created, the developer is better able to focus on what must be implemented to pass the test. Nothing extraneous is added. Once the code is complete, it can be unit tested immediately, thereby providing instantaneous feedback to the developers. അപ്പോൾ കോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസൈനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കോഡ് ചെയ്യുകയല്ല, പകരം യൂണിറ്റ് ടെസ്റ്റ് നടത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന കോഡുകൾക്കെല്ലാം യൂണിറ്റ് ടെസ്റ്റ് നടത്തുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരുമിച്ച് കോഡ് കംപ്ലീറ്റ് ആയതിനു ശേഷമല്ല നമ്മൾ യൂണിറ്റ് ടെസ്റ്റ് നടത്തുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന കോഡ് കംപ്ലീറ്റ് ആവുന്നത് അനുസരിച്ച് നമ്മൾ യൂണിറ്റ് ടെസ്റ്റ് പെർഫോം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പെയർ പ്രോഗ്രാമിംഗ് ആണ് കോഡിങ്ങിനകത്ത് വരുന്ന ഒരു മെയിൻ കൺസെപ്റ്റ്, പെയർ പ്രോഗ്രാമിംഗ്. എ കീ കൺസെപ്റ്റ് ഡ്യൂറിംഗ് ദ കോഡിംഗ് ആക്ടിവിറ്റി is pair programming. XP recommends that two people work together at one computer workstation to create code for a story. This provides a mechanism for real-time problem solving and real-time quality assurance. It also keeps the developers focused on the problem at hand. In practice, each person takes on a slightly different role. For example, one person might think about the coding details of a particular portion of the design, while the other ensures that coding standards are being followed or that the code for the story will satisfy the unit test that has been developed to validate the code against story. പെയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണയായി ഡെവലപ്മെന്റ് ടീമിനകത്ത് ഓരോ മെമ്പറിനും നമ്മൾ ഓരോ വർക്കാണ് കൊടുക്കുന്നത്. പെയർ പ്രോഗ്രാമിങ്ങിനകത്ത് 2 പേരാണ് ഒരു വർക്ക് ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റോറിയുടെ ബേസിൽ 2 പേര് ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എന്താണ്? 2 പേരും 2 രീതിയിലായിരിക്കും ഒരേ കാര്യം തന്നെ സൊല്യൂഷൻ ചിന്തിക്കുന്നത്. ഒരേ പ്രോബ്ലത്തിന് തന്നെയുള്ള സൊല്യൂഷൻ 2 രീതിയിലായിരിക്കാം ചിന്തിക്കുന്നത്. അപ്പൊ അത് ഏതാണോ എഫിഷ്യന്റ് ആയിട്ടുള്ളത് അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം തന്നെ ഒരേ യൂസർ സ്റ്റോറിയുടെ 2 കാര്യങ്ങൾ അറ്റ് എ ടൈമിൽ തന്നെ ചെയ്യുമ്പോൾ, ഒരാൾ ഒരു കാര്യം ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ മറ്റേ ആള് വേറൊരു കാര്യം ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ ഒരുമിച്ച് തന്നെ ഈ വർക്ക് കംപ്ലീറ്റ് ആകാനുള്ള സാധ്യതയും കൂടെ ഉണ്ട്. അപ്പൊ അതാണ് പെയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. 2 പേര് കൂടി യൂസർ സ്റ്റോറീസ് വർക്ക് ചെയ്യുന്നു, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അതാണ് പെയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. As pair programmers complete their work, the code they develop is integrated with the work of others. In some cases, this is performed on a daily basis by the integration team. In other cases, the pair programmers have integration responsibility. അപ്പൊ ഇതിനകത്ത് പറഞ്ഞാൽ പെയർ പ്രോഗ്രാമേഴ്സ് അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമായിരിക്കും ഓരോരുത്തരുടെ ഡ്യൂട്ടീസ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇന്റഗ്രേറ്റഡ് ടെസ്റ്റിങ്ങുകൾ നടത്തുന്നു. യൂണിറ്റ് ടെസ്റ്റിംഗ് പോലെ തന്നെ ഈ വർക്കുകൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് ഇന്റഗ്രേറ്റഡ് ടെസ്റ്റിങ്ങുകൾ പെർഫോം ചെയ്യുന്നത് ഡെയിലി ബേസിലാകാം, അല്ലെങ്കിൽ അവരുടെ ഒരു റൂട്ടീൻ അനുസരിച്ചാകാം. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അടുത്ത ഒരു പ്രോസസ്സാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. I have already noted that the creation of unit test before coding commences is a key element of the XP process. നമ്മൾ പറഞ്ഞായിരുന്നു ചെറിയ കോഡിംഗ് കഴിയുമ്പോൾ തന്നെ ഇവിടെ യൂണിറ്റ് ടെസ്റ്റുകൾ പെർഫോം ചെയ്യുന്നുണ്ട്, അല്ലാതെ മൊത്തം കോഡിംഗും കഴിയുന്നതിന് ശേഷമല്ല യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പൊ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന ടെസ്റ്റിങ്ങുകളാണ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്, വാലിഡേഷൻ ടെസ്റ്റിംഗ്, അതുപോലെ തന്നെ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ഒന്നിലധികം ഫംഗ്ഷൻസിന് തമ്മിൽ കമ്പൈൻ ചെയ്തുള്ള ടെസ്റ്റിംഗ് ആണ്. വാലിഡേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാലോ ചെയ്തിരിക്കുന്ന കോഡിന്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാലോ കസ്റ്റമറിൽ നിന്നും ഫീഡ്ബാക്ക് കളക്ട് ചെയ്തിട്ടുള്ള ടെസ്റ്റിംഗ് ആണ് അക്സെപ്റ്റൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് മെയിൻ ആയിട്ട് വരുന്ന XP പ്രോസസ്സുകൾ എന്ന് പറയുന്നത്.